എന്താണെങ്കിലും ആറാട്ട് അടുത്ത ദിവസം നമ്മൾ തിയേറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. ആറാട്ട് കാണാൻ വരുന്നവരോട് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ കാണുക. അത് ഏതോ അല്ല ഇറങ്ങിയ ആറാട്ട് 2022 എന്റെ മോൻ എത്ര പെട്ടെന്നാണ് ടൈം തീരുന്ന. 2022 ആറാട്ട് വന്ന ആറാട്ടാണ് വന്നത്. എന്താണെങ്കിലും ആറാട്ട് അടുത്ത ദിവസം നമ്മൾ തിയേറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. ആറാട്ട് കാണാൻ വരുന്നവരോട് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ കാണുക. Did you do it? Yes. What did it cost? Everything. ജാസിം ജസ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ചെക്കന് സിനിമ കയറണമെങ്കിൽ വല്ല തിയേറ്ററിലും കൊണ്ടുപോ തൊപ്പി. സിനിമക്കാരൻ അടാ നമുക്ക് ഇതേപോലെ മമ്മൂക്ക് സിനിമക്കാരൻ നല്ല ആഗ്രഹം എന്തായാലും ഒന്നും നടക്കുന്നൊക്കെ തോന്നില്ല. നമുക്ക് ഇതേപോലെ ഈ കോമാളി ഷോക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് പറയുന്നത് ചാറ്റ് പറ. എന്റെ മോനെ ആ ആറാട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമ 2022 ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആറാട്ടെണ്ണൻ ഉണ്ടാവില്ല. ആറാട്ടെണ്ണൻ ഇല്ലെങ്കിൽ അലിൻ ജോസ് പെരേരയും വന്നിട്ടുണ്ടാവില്ല. അതിന് ശേഷം ഏതായിരുന്നു ആരെല്ലാം വന്നെ? കിംബോയി, മനോജ്, കുറെ ടൈഗർ അണ്ണൻ. Did you do it? Yes. ആരൊക്കെ? What did it cost? Everything. അലിൻ ജോസ്. ഇയാളെ പേരെന്താ പറഞ്ഞത്? ഇത് കിംബോയി, ടൈഗർ. ശരിക്കും അതാന്ന് തോന്നില്ല, ആ ദിവസം തോന്നില്ല. ആറാട്ട് ഇറങ്ങിയ ദിവസം തോന്നുന്നു വനിതാ തിയേറ്റർ ഒരു സർക്കസ് ആയി മാറിയത് അല്ലെ? സർക്കസ് അല്ല, എന്തായാലും പറയാ, ശരിക്കും ഒരു ക്ലൗൺ ഷോ ആയി മാറിയത്. വനിതാ തിയേറ്റർ അത്രയും കാലം ഇല്ലാത്ത ഒരു സംഭവം വനിതാ തിയേറ്ററിന് കിട്ടിയത് അന്ന് ആറാട്ട് ഇറങ്ങിയ ദിവസമാണ്. അതിന് ശേഷമാണ് അവിടെ ഒരു സർക്കസ് ആയി മാറിയത് ശരിക്കും. എന്റെ പേര് പെണ്ണ്. എനിക്ക് നമ്മൾ ഇനി എന്തെല്ലാം പാട്ടുകൾ കേൾക്കേണ്ടി വരുന്നത്? എന്റെ പേര് പെണ്ണ്. എനിക്ക് വയസ്സ് 8. സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ കയറിയപ്പോൾ എന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്. എനിക്ക് വയസ്സ് 13. വേനലവധി കാലത്ത് ബന്ധു വീട്ടിൽ ലൂണ്. ഓർമ്മ വച്ച കാലം മുതൽ കണ്ടു വന്നിരുന്ന ഒരാളെന്റെ കുണ്ടിയിൽ വന്ന് തട്ടിയപ്പോൾ അതിന്റെ പേര് കാമം. തോ തനനന തക്കുണക്കുണക്കുണക്കുണ തോ തനന തക്കുണക്കുണക്കുണ തനനന തക്കുണക്കുണക്കുണക്കുണ തോ തനനന തക്കുണക്കുണക്കുണക്കുണ കന 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 കുണക്കുണക്കുണക്കുണ തനനന തോ തനനന തോ തനനന കുണക്കുണക്കുണക്കുണ. നല്ല പാട്ടുകളാ ഇറങ്ങുന്നത് ഇപ്പം. കൊള്ളണം നല്ല ഊക്കത്, നല്ല ക്ലാസ്. ആദ്യം കളിയാക്കൽ കുറെ ഇതൊന്നും ഇല്ല, ഇങ്ങനെ സാധാരണ പോലെ പാട്ടും പാടിയിട്ട് അയാൾ പോയി. ശരിയായ ക്ലാസിക് ഊക്ക്. റാൻഡം റിലേറ്റീവ് കോളിംഗ് മീ വൈൽ പ്ലേയിങ് BGM. ഹലോ, ഇത് രംഗമോനല്ലേ? മോനെ രംഗമോനെ, മോ ഹാപ്പിയാണോ? ശരിക്കുമല്ലേ കളിച്ചോണ്ടിരിക്കുമ്പോ കുടുംബക്കാർ വിളിച്ചിട്ട് ചെക്ക് അയക്കുന്ന കാര്യം മറക്കരുത്. ബാങ്കിലെ കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ വേണം. ശരി സാർ. എന്ത് കോലമാടായത്? എടാ, ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകന്റെ മകനാ നീ. ഒരു കോലം പോടാ. എന്റെ ഇഷ്ടം, ഞാൻ കുഴിയും നീയും കുടിക്കും. പറഞ്ഞവർക്ക് മനസ്സിലാക്കില്ലല്ലോ. അടിക്കില്ല ചേട്ടാ, ഈ മദ്യലഹരി. ഇത് ഇയാളെ മോനായത്. പക്ഷെ ഇത് രണ്ടും ഒരേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പേർദോഷം കേൾപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എനിക്കൊന്നും ഇവരാന്ന് തോന്നില്ല. ഈ തന്തക്ക് മുന്നേ ഉണ്ടായവെന്നെല്ലാം പറയുന്നത് ഇവരാന്ന് തോന്നല്ലേ? ഗുഡ് മോർണിംഗ് സാർ. മിസ്റ്റർ പ്രമോദ്, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. നന്നായി സാർ, എന്നെ പിരിച്ചുവിടരുത്. ഏതോടാ ആക്ടിങ്? ഞാൻ MBA ക്ഷമിക്കണം സാർ, എന്നെ പിരിച്ചുവിടരുത്. താൻ ജോലി ചെയ്യാതെ മദ്യപിച്ച് ലെക്ക് കെട്ട് ചെയ്ത പണിക്കൊക്കെ കമ്പനിക്ക് കോടികളാണ് നഷ്ടം. യു ആർ ഡിസ്മിസ്ഡ്.
കമ്പനി, ഇതെന്ത് കമ്പനി? ഒരു മിനിറ്റ് നോക്കട്ടെ, സ്ഥലം നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. മിസ്റ്റർ പ്രമോദ്, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ലെറ്റർ. അക്ഷയ സെന്റർ മറ്റല്ലേ ഇത് അക്ഷയ സെന്റർ അല്ലേ? അക്ഷയ സെന്ററിന് കോടികൾ നഷ്ടാ. ജോലി ചെയ്യാതെ കോടികളാണ് നഷ്ടം. യു ആർ ഡിസ്മിസ്ഡ്. അടുത്ത നാഷണൽ അവാർഡ് വിന്നറോടാ, കാര്യം പറയാലോ. ശരിയായ ആക്ടിങ്. ചായലെല്ലാം ഇടല്ലോ ഡാൻസും കളിച്ച് എൻജോയ് ചെയ്യുന്നത്. ഞാൻ ഇടാം. ചങ്ങായി തിരിച്ചു വരും, കുറേ ദിവസമായി. ഇന്ന് തിരിച്ചു വരും മിക്കവാറും. കാണട്ടെ. എന്നാലും പറഞ്ഞ ചങ്ങായിന്റെ കോസ്റ്റ്യൂം സെൻസ് സീനാണ് കേട്ടോ. ചങ്ങായി എന്തെല്ലാം പറഞ്ഞാല് Argentina's goalkeeper kisses Messi during an interview and his reaction is hilarious. എനക്കൊന്ന് അവിടെ മെസ്സി അവിടെ ബാക്കിയല്ലോ. ഓക്കെ, ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതെന്താടാ അയ്യേ കേത്തിയെല്ലാം മുത്തം വെക്കുന്ന അതിന് സുഖം എടുക്കുകയും ചെയ്യുന്നടാ. അയ്യേ അടാ ഇത് എഡിറ്റാ? അടാ എനക്കൊന്ന് ഇത് എഡിറ്റാന്ന് തോന്നണം. ഇത് എഡിറ്റാന്ന് തോന്നണം. എഡിറ്റാ? അടുത്ത് എഡിറ്റാൻ പറ്റാണ് പോടാ. അല്ലെങ്കിൽ പിന്നെ ആടെ ആ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവും. ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കൂടാ. അതാ സംഭവം. എടാ ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറാണ്, മനസ്സിലാവും. നിങ്ങൾ അത് മനസ്സിലാക്കണം. എടാ അതാ എഡിറ്റ് അല്ല സംഭവം. എനിക്ക് തോന്നുന്നു അവരെ കൾച്ചർ അങ്ങനെ മനസ്സിലാവും. നമ്മൾ ആ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യണം. എടാ പോയ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ടോക്കില്ല. ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ പറ്റില്ല. ഇനി കാര്യം പറയാലോ. റൊണാൾഡോ അതല്ല ഐക്യവാടാ മോനെ. അതല്ല മുത്തേ, നാളെ ഫൈനൽസ് ഉണ്ട്. എടാ നാളെ രാത്രി കോപ്പ ഫൈനല്, അർജന്റീന വേഴ്സസ് കൊളംബിയ. മുത്തേ, ഈ കോപ്പയും കൂടി എടുത്താൽ ഈ ലെവൽ ആലോചിച്ചൊക്കെ മയിര്. നാളെ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ? കാര്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് മൊത്തം ഞാൻ നാളെ ഞാൻ ഹാപ്പി ആവണം മുത്തേ. നാളെ അർജന്റീന കപ്പ് എടുക്കുന്നതോടുകൂടി ഞാൻ ഹാപ്പി ആവണം. അതാണ് എൻ്റെ ലക്ഷ്യം. മുത്തേ എങ്ങനെയെങ്കിലും അർജന്റീന കപ്പ് എടുത്താൽ മതി. അവിടെ അർജന്റീന തോറ്റാൽ മമ്മു മുട്ടയടിക്കും കേട്ടോ. മമ്മു മുട്ടയടിക്കും. അർജന്റീന ജയിച്ചാൽ മമ്മു സ്ട്രീം ചെയ്യാൻ എനിക്ക് ആഗ്രഹം. അങ്ങനെ പറഞ്ഞു. മൈരേ, നീയും ഇതുപോലെ അല്ലേ മമ്മ പിടിക്കുമ്പോൾ സുഖം പിടിക്കുന്നത്? എന്ത് സുഖം പിടിച്ചു? ഞാൻ എപ്പ സുഖം പിടിച്ചടാ മൈരേ? നീ എന്താ പറയുക? നീ എന്താ ഉദ്ദേശിക്കുന്ന മീന? ഞാൻ ഇപ്പം മമ്മ പിടിച്ചപ്പോ സുഖം പിടിച്ചിന്. എടാ മമ്മ എന്നെ തൊടാൻ വരുമ്പോ ഞാൻ പേര് മാറിയിക്കല. ഞാൻ അങ്ങോട്ട് പോടാൻ മൈരേന്ന് കേട്ടോ അവനെ ഉന്തി മാറ്റലാണ്. വർത്താനം പറയുന്നത്. കള്ളനാ? ആര്? അച്ഛൻ വന്നാ? വരാൻ പറ. ഞാൻ പറ എനിക്ക് 2 ചോദിക്കാനുണ്ട്. എനിക്ക് കളവനോട് 2 ചോദ്യം ചോദിക്കാനുണ്ട്. മയില് കളവൻ ഇപ്പൊ പുതിയ ആൾക്കാർ പുതിയ ഗ്യാങ്ങല്ലായിട്ടുണ്ടാവും. കൂടുതൽ ആൾക്കാരുണ്ടാവും. വരട്ടെ. അത്ര മൈൻഡൊന്നും കാണിക്കൂല. വലിയ മൈൻഡൊന്നും കാണിക്കണ്ട. നീ നിന്റെ ഇഷ്ടം. നിനക്ക് 2 ദിവസമായിട്ട് ഫോണും വിളിച്ചിട്ട് എടുക്കുന്നില്ല. വരട്ടെ.
മിസ്റ്റർ സോജൻ താഴെയുള്ള നനഞ്ഞു കുളിച്ച് ഇങ്ങനെയൊക്കെ മറ്റേ കോഴിനെ പോലെയൊക്കെ കുളിച്ച് വരുന്നുണ്ടായിരുന്നു. മിസ്റ്റർ സോജൻ ഇത് പുറത്തേക്കുന്നത് മൈൻഡ് ചെയ്യല്ല അവിടെ മൈൻഡ് ചെയ്യുന്നു വരട്ടെ കാറ് വാങ്ങിയോന്ന് ചോദിക്കുന്നത്. കാറ് അവിടെ കാറ് ഈ കളവനമായിട്ട് ഞാൻ ഷെയർ ഇട്ട് എടുത്തായിരുന്നു. മൈര് ആവശ്യമില്ല, ഇപ്പത്തൊന്നും വേണ്ടായിരുന്നു. മൈര് അതെടുത്ത് 2-3 ആഴ്ച ആയടാ. നമുക്കൊന്നും ശരി വരുന്നില്ലല്ലോ അല്ലേ? എന്താ ഇവിടെ എന്താ ചിരിക്കാരെന്താ ഉള്ളത്? ഇവിടെ ചിരിക്കാരൊന്നും ഇല്ലല്ലോ. നമ്മക്കൊന്നും ചിരി വരുന്നില്ല. ഇയാളെന്താ നമ്മ ചിരിക്കുന്നു? എന്താണ് ഒരു പുച്ഛം? നമുക്കൊന്നും സംസാരിക്കാനല്ല. ആ പേര് ഓർമ്മയുണ്ട്. എന്റെ പേര് ഓർമ്മണ്ടാ? മിസ്റ്റർ MR തോപ്പി. ഭാഗ്യം. പേര് പറയാൻ പറ്റില്ല. ഭാഗ്യം. എന്നാ ശരി, ഓക്കെ. എന്നാ ഔട്ട്ഫിറ്റെല്ലാം നോക്കിയാണ് ചങ്ങായി 40-45 വയസ്സായി. എന്നിട്ട് പിള്ളേരെ പോലെ നടക്കാൻ നോക്കുന്നു ചങ്ങായി. 10-20-30-35 എന്തുവാടേ? ഇതിനേക്കാൾ ഇച്ചിരി സൗന്ദര്യം എനിക്ക് കൂടിപ്പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്റെ പൊന്നു കളവ, കഴിഞ്ഞ 3-4 ദിവസം ഞാൻ എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ അന്വേഷിച്ചു? വിളിച്ചാ ഫോൺ എടുക്കൂല. ഞാൻ ഇന്ന് മൊത്തം ഡിപ്രഷൻ അടിച്ചിരിക്കുക. നിങ്ങൾക്കറിയാം. അമർ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അമ്പാന് പെണ്ണ് കിട്ടിയപ്പോൾ രംഗണ്ണനെയും പിള്ളാരെയും ഊമ്പിച്ചു. അതാ അമ്പാന് പെണ്ണ് കിട്ടിയപ്പോ രംഗണ്ണനെ പിള്ളേരെ ഊമ്പിച്ചു. അതന്നെയാണ് കാര്യം. അത് തന്നെ അമറ കാര്യം. നീ കറക്റ്റ് ഗസ് ചെയ്തടാ. അത് തന്നെയാണ് സംഭവം തന്നെയാണ്. അമ്പാന് പെണ്ണ് കിട്ടിയടാ. അമ്പാനൊരു പെണ്ണ് അത് സെറ്റായോ നിനക്കറിയില്ല. ഒരു പെണ്ണിന്റെ കൂടെയാന്ന് കറക്കം. സെറ്റായോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയേണ്ട കാര്യമില്ല. പെണ്ണ് കിട്ടിയപ്പോഴേക്ക് നമ്മളെ വിട്ടു. സോറി പറഞ്ഞ എന്ത് സോറി പറഞ്ഞാൽ തീരുമല്ലോ. നിങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ ഓള് പോയതിനു ശേഷം എനിക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ പറയാറോ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയതാ. തിരുവനന്തപുരം വരെ ഒരു പാർട്ടിനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയത്. നിങ്ങൾ നാട്ടുകാരിലെ ഹെൽപ്പ് ചെയ്ത് നടക്ക്. ഞാൻ അവിടെ മുമ്പ് ഇരുന്നോളൂ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ അങ്ങനെ മാറില്ലല്ലോ. പറയാനില്ല. എന്താന്ന് 24 hours മാറിയെന്നുള്ളൂ. ഇവിടെ വന്നിട്ട് 3 ദിവസമായി. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് സീരിയസ് ആയിട്ട്. കളവൻ കാമക്കടി കൺഫേം. ഇത്രയും കാലം ചാറ്റിൽ അതിലും പറയുമ്പോ ഞാൻ എതിർക്കല. ഇല്ലടാ കാര്യം അത് തന്നെയാണ് കള്ളക്കളവൻ. ഒരിക്കലും നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് പരിപാടിയാ വെച്ചാ സർപ്രൈസ്? സീരിയസ് ആയിട്ട്. കളവൻ കാമക്കടി കൺഫേം. ഇത്രയും കാലം ചാറ്റിൽ അതിലും പറയുമ്പോ ഞാൻ എതിർക്കല. ഇല്ലടാ കാര്യം അത് തന്നെയാണ് കള്ളക്കളവൻ. ഒരിക്കലും നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് പരിപാടിയാ വെച്ചാ തുപ്പിയുടെ അണ്ടി ഊമ്പാതെ പോയത്. നീ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നീ ഊമ്പി നന്നായിട്ട്. സർപ്രൈസ് ഉണ്ട്. ഗേൾഫ്രണ്ടിനെ കൊണ്ടുവന്നോ? ചാറ്റ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് പെണ്ണ് സെറ്റായത് ഇവിടെ ആർക്കും അറിയണ്ട. നിങ്ങളായി നിങ്ങളെ പാടായി. എനിക്ക് പെണ്ണ് സെറ്റായ കേസല്ല. അതൊക്കെ ഇനി സമയമുണ്ട്. ഒരു പെണ്ണിന് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു, എനിക്ക് അവളെ ഇഷ്ടമാന്ന് പറഞ്ഞു. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണല്ലോ. എന്ത് സാധാരണ? എന്നോട് ഒരു വാക്ക് ചോദിച്ചോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞു കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്തോളൂ. എനിക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പെണ്ണിനെയും കൊണ്ട് നിങ്ങൾക്ക് ട്രിപ്പ് പോയി 3-4 ദിവസം എല്ലാം കഴിഞ്ഞിട്ട് വരുമോ? ട്രിപ്പ് പോയില്ല. എങ്ങനെ ട്രിപ്പ് പോയതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സീരിയലിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. അവർക്ക് വണ്ടി ഇല്ലാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ രാത്രിയിൽ പോയി പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ വന്നു. പിന്നെ തിരുവനന്തപുരത്ത് എല്ലാ ഫ്രണ്ട്സിനും. ജോയൽ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായ തൊപ്പിയുമായുള്ള കൊച്ചുകളി മിസ് ചെയ്തോ? പിന്നെ അച്ചായനും തൊപ്പിയായിട്ടുള്ള കൊച്ചുകളി ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നീ ഉദ്ദേശിക്കുന്ന കളിയല്ല കേട്ടോ. എന്തായാലും തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് തൊപ്പിയുടെ ആരാധകര് എന്റെ കള്ളക്കളവ എത്ര വെടിവെച്ചു വെടിയൊന്നും വെച്ചിട്ടില്ല. ഓൺലൈനിൽ പബ്ജി കളിക്കുന്നു.
അച്ചായൻ ഓഫ്ലൈൻ പബ്ജി കളി. അവിടെ കാര്യം അത്ര ഒരു 10 വെടി വെച്ചിട്ടുണ്ട് അവിടെ. ഈ 4 ദിവസത്തിന് എനക്കറിയുന്ന അച്ചായൻ വെച്ചിട്ട് ഈ 4 ദിവസത്തിന് മിനിമം 10 വെടി വെച്ചിട്ടുണ്ടാവും. ഉറപ്പാ. എണ്ണം കൂട്ടുക കുറയ്ക്കൊന്നും ചെയ്യണ്ട. പിന്നെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും തിരുവനന്തപുരത്ത് നിന്നെ കൊണ്ടുവരണമെന്ന് പറയും. ഇന്നലെ ഞാൻ മാനവീയം ആ സ്ഥലത്ത് പോയിരുന്നു. നല്ല മാനവീയം എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്ലേസ് ഉണ്ട് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തുള്ള എല്ലാവരും നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ അവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓക്കെ വരാം. അവന്റെ മൂഡൊക്കെ ക്ലിയർ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രിപ്പ് വരും. അറിയാം എന്റെ മൂഡ് ഓക്കെ എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോയി അല്ലെ? ഇട്ടിട്ട് പോയില്ലടാ. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ എനിക്ക് നിന്നെ? നീ ഇങ്ങനെ ചങ്കിക്കൊള്ളണ പോലെയൊക്കെ വർത്താനം പറയല്ലേ എന്നോട്. സർപ്രൈസ് എന്താ സർപ്രൈസ്? സർപ്രൈസ് ഉണ്ട് മക്കളെ, സൂപ്പർ സർപ്രൈസ് ആണ്. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാ സൂപ്പർ സർപ്രൈസ് ആണ്. സർപ്രൈസ് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. പെണ്ണുണ്ട്, പെണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, പെണ്ണൊക്കെ ഉണ്ട്, സർപ്രൈസ് പെണ്ണൊക്കെ ഉണ്ട്. അത് നമ്മള് സീരിയസ്ലി ശരിക്കോ? അത് ഇപ്പൊ അച്ചായ എന്നുള്ള പേര് മാറ്റി ഇനി പിള്ളേരെന്റെ ബാബയെന്ന് വിളിക്കരുത്. ഞാൻ പെണ്ണ് അതൊക്കെ നിനക്കൊരു അടിപൊളി അടാറ് പെൺകൊച്ചിനെ ഞാൻ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അതെന്റെ വാക്ക്. പിന്നെ തിരുവനന്തപുരത്തുള്ള റാപ്പർ ഒരു പയ്യനുണ്ട്, ദേവ് എന്ന് അവന്റെ പേര്. അവൻ എന്നെ ഇന്നലെ അവന്റെ KTM 300 സംതിങ് ബൈക്കിന്റെ പുറകിൽ ഇരുത്തി. ഞാൻ പറഞ്ഞു ഈ വണ്ടി അവനാണ് കണ്ടിരുന്നെങ്കിൽ ഇന്നലെ തിരുവനന്തപുരം മുഴുവൻ അവൻ എക്സ്പ്ലോർ ചെയ്തേനെന്ന്. ആ വണ്ടിയുടെ പുറകിൽ ഇരുത്തി അവൻ എന്നെ ഭയങ്കര സ്പീഡിൽ തിരുവനന്തപുരം മൊത്തം കൊണ്ടുവന്ന് കാണിച്ചു. ചക്കൻ ഭയങ്കര മുത്താണ് കേട്ടോ. നമുക്ക് അവനെ ഒരു ദിവസം വിളിക്കണം. റാപ്പറാണ് അവൻ. ഒരു പ്രാവശ്യം നമ്മളിവിടെ ഇത് കണ്ടിട്ട് ഡിസ്കോഡിൽ സംഭവം കണ്ടിട്ട് നീ അവനെ ഇത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പേര്? ദേവ്, മിസ്റ്റർ ദേവ്. ദേവ് റാപ്പർ. അവിടെ ആർക്കും അറിയോ?